ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. മാസപ്പടി വിവാദത്തിൽ വമ്പൻ ട്വിസ്റ്റ്. ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ മറവിൽ കരിമണൽ കോരാൻ കരാർ കൊടുത്തുവെന്ന CPM-നെതിരെ കോൺഗ്രസ് ഉയർത്തിയ ആരോപണത്തിന് അതേ നാണയത്തിൽ മറുപടി. മത്സരത്തിനിറങ്ങിയ K. സുധാകരന് പകരം ആക്ടിംഗ് KPCC പ്രസിഡന്റായി ചാർജ് എടുത്ത MM ഹസൻ കോൺഗ്രസിലെ നീരൊഴുക്ക് തടയുന്ന വിധത്തിൽ ആക്ടിംഗ് പ്രസിഡന്റിന്റെ കസേരയിൽ നിന്നും മാറാതിരിക്കുന്നതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. MM ഹസനെയും ആക്ടിംഗ് പ്രസിഡന്റിന്റെ കസേരയും കോരിമാറ്റാൻ വേണ്ടി കരിമണൽ കർത്തായുടെ CMRL-ന് കരാർ കൊടുക്കാൻ കോൺഗ്രസിൽ ആലോചന. ഏതാനും ദിവസത്തിനുള്ളിൽ MM ഹസൻ മാറിയില്ലെങ്കിൽ ദുരന്ത നിവാരണ പ്രവർത്തനം എന്ന പേരിൽ ഹസനെ കോരിമാറ്റുമെന്ന് K. സുധാകരൻ അനുയായികൾക്ക് അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. തോട്ടപ്പള്ളി സ്പിൽവേക്ക് സമീപത്തു നിന്നും മണൽ കോരി മാറ്റിയില്ലെങ്കിൽ കഠിനമായ വെള്ളപ്പൊക്ക ദുരന്തമുണ്ടാകുമെന്ന പേരിലായിരുന്നു കരിമണൽ കർത്തയ്ക്ക് മണൽ കച്ചവടം ചെയ്യാൻ CPM ഒഴിവ് കണ്ടെത്തിയത്. എന്നാൽ അതേ രീതിയിൽ കോൺഗ്രസിൽ വരുന്ന ആസന്നമായ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വെള്ളപ്പൊക്കമുണ്ടാകും എന്ന പേരിൽ തന്നെയാണ് MM ഹസനെ അടിയന്തരമായി മാറ്റാൻ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ തയ്യാറെടുക്കുന്നത്. എന്നാൽ സുധാകര വിരോധികൾ ഈ അവസരം മുതലെടുത്ത് തെരഞ്ഞെടുപ്പിൽ MP-ആയി മത്സരിക്കാൻ പോയ തക്കം നോക്കി സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റാനുള്ള അവസരമായും ഇത് ഉപയോഗിക്കുന്നു എന്നാണ് അറിവ്. കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്ക് ഈ ആശയം പകർന്നു കൊടുത്തതിൻ്റെ പ്രതിഫലമായി CPM-ലെ എക്സ്ട്രാ ലോജിക് എന്ന കമ്പനി സേവനത്തിന് പ്രതിഫലം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന കാര്യം അറിവായിട്ടില്ല. KPCC അധ്യക്ഷ പദവിയിലേക്കുള്ള K. സുധാകരന്റെ മടങ്ങിവരവിലെ അനിശ്ചിതത്വം പൊട്ടിത്തെറിയിലേക്ക്. MM ഹസൻ മാറാത്തത് സുധാകരനെ മാറ്റി പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് സുധാകരപക്ഷം സംശയിക്കുന്നു. ഇതിന് അനുവദിക്കില്ലെന്നും സ്ഥാനം കൈമാറിയില്ലെങ്കിൽ 2 ദിവസത്തിനകം ചുമതലയേൽക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സുധാകരൻ. KPCCക്ക് പുതിയ അധ്യക്ഷൻ വരുമോ? സുധാകരൻ അധ്യക്ഷ പദവി തിരിച്ചു നൽകാതെ MM ഹസൻ ആക്ടിംഗ് പ്രസിഡന്റ് പദവിയിൽ തുടരുമ്പോൾ പാർട്ടിക്കുള്ളിൽ ഉയരുന്ന നക്ഷത്ര ചോദ്യമാണിത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ഹസനെ നിലനിർത്തി സുധാകരന് ചുമതല നൽകാതെ പുതിയ പ്രസിഡന്റിനെ നിയമിക്കാൻ A ഗ്രൂപ്പിനൊപ്പം നേതൃത്വത്തിലെ ഒരു വിഭാഗവും കൂടി സംശയം. അതേസമയം ഹസൻ തുടരുന്നതിൽ സുധാകര പക്ഷത്തിനൊപ്പം മുതിർന്ന നേതാക്കൾക്കും കടുത്ത അതൃപ്തിയുണ്ട്. 2011 തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല ഹരിപ്പാട്ട് മത്സരിച്ചപ്പോൾ തലേക്കുന്നിൽ ബഷീറിനായിരുന്നു KPCC അധ്യക്ഷന്റെ ചുമതല. വോട്ടെടുപ്പിന്റെ പിറ്റേ ദിവസം തന്നെ AICC നിർദ്ദേശം കാത്തു നിൽക്കാതെ ബഷീർ സ്ഥാനമൊഴിഞ്ഞ് രമേശ് വീണ്ടും അധ്യക്ഷനായി. ഈ മര്യാദയും കീഴ്വഴക്കവും പാലിക്കാൻ ഹസൻ തയ്യാറാകുന്നില്ലെന്ന വിമർശനമാണ് മുതിർന്ന നേതാക്കൾക്ക്. AICC നിർദ്ദേശം വന്നാലും ഇല്ലെങ്കിലും സുധാകരൻ ഈ ആഴ്ച തന്നെ ചുമതലയേൽക്കുമെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു. ആക്ടിംഗ് പ്രസിഡന്റ് പദവി ഉപയോഗിച്ച് കൂടിയാലോചനയില്ലാതെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സസ്പെൻഷനിലായിരുന്നവരെ ഹസൻ തിരിച്ചെടുത്തതും വിവാദമായിട്ടുണ്ട്. ഹസന്റെ തീരുമാനങ്ങൾ സുധാകരൻ പുനഃപരിശോധിച്ചേക്കും.